ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ വിച്ചു. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അനിയൻ്റെ കെട്ടുന്നറിയാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ കുറച്ച് പണികളുകൊണ്ട് ഇവിടെ നിൽക്കുക, കുറച്ച് നേരം വീട്ടിൽ പോയി നിൽക്കുക, അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ അനിയൻ്റെ കെട്ടുന്നറിയായി എന്ന് പറഞ്ഞപ്പോൾ വരികയാണ്. വീട്ടിൽ പണി വേറെ ഒന്നുമല്ല, സ്വാമിമാർക്ക് കൊണ്ടുപോകാനുള്ള ലെമൺ റൈസ് നമ്മളാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ലെമൺ റൈസും പുതിന ചട്നിയും അച്ചാറൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കെട്ടുന്നറയ്ക്ക് വന്ന് എൻ്റെ മോളാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഹാജരായി നിൽക്കുന്നുണ്ട് കേട്ടോ. അവളെ റെഡിയാക്കി ആദ്യം തന്നെ അയച്ചു. വീട്ടിലെ പണിയൊന്നും നടക്കില്ലേ, നമ്മുടെ പിന്നാലെ ചുറ്റിയ. അപ്പം അങ്ങനെ ചെറിയമ്മമാരും അച്ഛമ്മമാരും അമ്മായിയും മോളും അച്ഛൻ പിന്നെ അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. പിന്നെ എല്ലാ സ്വാമിമാരുടെ റിലേറ്റീവ്സും അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾക്ക് എല്ലാ കെട്ടുന്നറയ്ക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഫസ്റ്റത്തെ കുറച്ച് കെട്ടൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിനൊന്നും നമുക്ക് നിൽക്കാൻ പറ്റിയില്ല കേട്ടോ, വീട്ടിലെ കുക്കിംഗ് കാരണം. അപ്പോൾ മോൾ എല്ലാവരുടെ അടുത്തും പോയി അങ്ങനെ നിൽക്കുകയാണ്. അവൾക്ക് ഇതെന്താ സംഭവം ഒന്നും അറിയുന്നില്ല എന്ന് തോന്നുന്നു. എങ്കിലും അവളെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ കണ്ട് കളിക്കാനൊക്കെ കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്തത് അനിയനാണ് കെട്ടുനിറയ്ക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. മാമൻ വന്നാൽ പിന്നെ അവൾ മാമൻ്റെ അടുത്ത് തന്നെയായിരിക്കും കേട്ടോ, അവൻ്റെ പിന്നാലെ തന്നെയായിരിക്കും പോകുന്നത് വരെയും. അപ്പോൾ ഈ ഒരു കുട്ടി സാമിന് എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോൾ ആ കുട്ടിയോട് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ആ കുട്ടി എടുത്തു. രണ്ടുപേരും ഭയങ്കര കമ്പനിയായി. പിന്നെ നേരെ എൻ്റെ ഒക്കെ തേറിയിരുന്നു. അപ്പോൾ അനിയനാണ് കേട്ടോ അടുത്തത് കെട്ടുനിറയ്ക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ അച്ഛനും ഉണ്ട് കേട്ടോ. അപ്പം അച്ഛനൊരു നെയ്നാളികേരത്തിൻ്റെ വഴിപാടുണ്ട് കേട്ടോ. പിന്നെ വീണ്ടും എൻ്റെ മോൾ ആ കുട്ടി സാമിയുടെ അടുത്ത് പോയിട്ട് എടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അവൾക്ക് എന്തോ ആ കുട്ടിയുടെ ഒരു ക്രേസ് തോന്നിയിട്ടോ. അങ്ങനെ അനിയൻ കെട്ടുനിറയ്ക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അടുത്തത് അനിയൻ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് പേരെ ആയിട്ടാണ് കേട്ടോ കെട്ടുനിറയ്ക്കാനായിട്ട് ഇരുത്തുന്നത്. 26-27 പേരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വേഗം കഴിയണമല്ലോ എന്ന് വെച്ചിട്ട് രണ്ട് പേരെയാണ് കേട്ടോ ഇരുത്തുന്നത്. അങ്ങനെ അവരുടെ കെട്ടിൽ അരിയൊക്കെ ഇട്ടിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു. അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ അരിയും ഇതൊക്കെ ഇടാനായിട്ട്. അങ്ങനെ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു, കാലത്തൊന്നും കഴിക്കാത്തത് കൊണ്ട് കേട്ടോ. അപ്പം നൈസായിട്ട് അവിടെ ഒരു ചാക്കിൽ ഈ ഒരു പഴം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് കൊണ്ടുപോകാൻ വെച്ച പഴമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനെടുത്ത് കഴിക്കുമ്പോൾ എല്ലാവരും എന്നെ കളിയാക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്ക് അതിനെയൊക്കെ എടുത്ത് കഴിച്ച് തീർക്കുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എൻ്റെ മോൾക്കൊരു ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കർപ്പൂരം കത്തിക്കുമ്പോൾ കർപ്പൂരം എടുത്തു കൊടുക്കാനുള്ളൊരു ഡ്യൂട്ടിയാണ്. അങ്ങനെയെങ്കിലും അവൾ അടങ്ങിയിരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ആ ഒരു ഡ്യൂട്ടി അവളെ ഏൽപ്പിച്ചത്. അങ്ങനെ കെട്ടുന്നവരൊക്കെ കഴിഞ്ഞു. അനിയൻ്റെ നമ്മൾ ബാഗൊക്കെ ചെക്ക് ചെയ്യണം കേട്ടോ, അതിലെല്ലാം ഉണ്ടോ എന്നൊക്കെ നോക്കാനാണ്. പാക്ക് ചെയ്തതിൽ ചാർജറും ഡ്രസ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും കെട്ടുന്നറ കഴിഞ്ഞിട്ട് വേറെ അമ്പലത്തിലേക്ക് തൊഴാനായിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ഇവൾ ഭയങ്കരമായിട്ട് കളിയും ചിരിയൊക്കെയാണ്. വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു വെയിലായിരുന്നു. വെയിലത്ത് പോകണ്ടെന്ന് പറയുമ്പോൾ കേൾക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഫുള്ള് വെയിലത്തും അവരുടെയൊക്കെ ഇടയിൽ പോയി നിന്നിട്ടൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ എടുക്കാനേ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. എനിക്ക് കല്ല് തട്ടി വീഴുമോ എന്നായിരുന്നു പേടി. അങ്ങനെ അവർ വേറെ അമ്പലത്തിലേക്ക് പോയി തൊഴുതിയിട്ട് വന്നിട്ട് കെട്ടെടുത്ത് ഇവിടെ ശരണം വിളിച്ചിറങ്ങി തേങ്ങ ഒടിച്ചിട്ട് പോവാറാണ് പതിവ്. നമ്മളും എല്ലാ വർഷവും അവരുടെ കൂടെ പോയിട്ട് യാത്ര അയക്കൽ പതിവുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ നമുക്ക് അതിലൊക്കെ പങ്കുചേരുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. കാരണം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് അമ്പലങ്ങളൊക്കെ. അപ്പോൾ അത് മിസ്സാവുന്ന സമയത്ത് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് സങ്കടം വരുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കെട്ടുന്നറ കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് പടക്കമൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവർ കെട്ടെടുത്തിട്ട് തേങ്ങ ഉടയ്ക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ശരണം വിളിക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഭയങ്കര വെയിലുണ്ടായിരുന്നു അവിടെ നിൽക്കുന്ന സമയത്ത്. കാരണം ഇത്രയും പേരുടെ കെട്ടുനിറച്ച് കഴിയുമ്പോൾ തന്നെ 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഫുഡ് കഴിക്കാൻ നിന്നെന്ന് വെച്ചാൽ എപ്പോഴും കുളിച്ചിട്ടല്ലേ പിന്നെ കെട്ടെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഇവിടെ കുറച്ച് വർഷങ്ങളായിട്ട് ഇപ്പോൾ ഫുഡ് ഇവിടെ നിന്ന് കഴിക്കാൻ നിൽക്കുന്നില്ല, കൊണ്ടുപോകാറാണ് പതിവ്. അപ്പോൾ അതാണ് കേട്ടോ നമ്മൾ ആക്കി കൊടുക്കുന്നത്. അപ്പോൾ സ്വാമിമാർക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. അവരുടെ അനുഗ്രഹം കൂടി ഉണ്ടാവട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം വിചാരിച്ചതായിരുന്നു, അത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ മോളും കുഞ്ഞായല്ലോ, അപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടെ ആയല്ലോ എന്ന് വെച്ചിട്ട് അതൊരു കടമായിട്ട് നിർത്തണ്ടെന്ന് വെച്ചിട്ട് നമ്മളത് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവർ കെട്ടൊക്കെ എടുത്ത് വരിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും കെട്ടെടുത്തിട്ട് അവർ തേങ്ങയൊക്കെ ഉടച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. എൻ്റെ മോൾക്കും കൂടെ ഒരു വഴിപാടുണ്ട്. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് തന്നെ ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ച കാര്യമാണ്, 18-ാം പടി ചവിട്ടണമെന്ന്. അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് എൻ്റെ മോൾക്കും പോകാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആൺകുട്ടികളാണെന്ന് വെച്ചാൽ എപ്പോഴും പോവാം, പിന്നെ പെൺകുട്ടികളാകുമ്പോൾ അതിൻ്റെ ഒരു പ്രായപരിധി ഉണ്ടല്ലോ. അതിനകത്ത് എൻ്റെ മോളെയും 18-ാം പടി ദൈവം അനുഗ്രഹിച്ച് കയറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് എപ്പോഴും കെട്ടുനിറച്ച് പോകുന്ന കാണുമ്പോൾ എനിക്ക് കരച്ചിൽ വരും കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. നമ്മുടെ വീട്ടിൽ ആരും പോകുന്നില്ലെങ്കിലും എനിക്ക് ശരണം വിളിച്ച് പോകുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. നല്ല കാര്യത്തിന് തന്നെയാണ് പോകുന്നത്. എനിക്ക് ആ ശരണം വിളി കേട്ടാൽ തന്നെ ഉള്ളിൽ നിന്ന് വിങ്ങി പൊട്ടുന്ന പോലെ തോന്നും. അതെന്തിനാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ
സ്വാമി ഞങ്ങളെയൊക്കെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അതേപോലെ പോകുന്ന സ്വാമിമാർക്കും എല്ലാവർക്കും ദർശനം കിട്ടട്ടെ. അപ്പോൾ അടുത്ത അമ്പലത്തിലൊക്കെ അവർ തൊഴുത്തിയിട്ട് തേങ്ങയൊക്കെ ഉടച്ചിട്ട് പോവാണ് കേട്ടോ. അപ്പം ഈ ഒരു പ്രാവശ്യം നമുക്കൊരു പ്രത്യേകത കൂടിയുണ്ട്. വേറെ ഒന്നുമല്ല, കൊട്ടോട് കൂടിയിട്ടാണ് കേട്ടോ അവർ യാത്ര അയക്കുന്നത്. അങ്ങനെ 26-27 സ്വാമിമാരും ആ അമ്പലത്തിൽ പ്രാർത്ഥിച്ചിട്ട് തേങ്ങയൊക്കെ ഉടയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൊട്ടോട് കൂടി നമ്മൾ എഴുന്നള്ളിച്ചിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും അവരുടെ കൂടെ തന്നെ പോയി അവിടെ പോയി ബസ് കയറ്റി വിട്ടിട്ടേ നമ്മൾ വീട്ടിലേക്ക് വരാറുള്ളൂ. അപ്പോൾ എല്ലാവരെയും യാത്ര അയക്കണം, എല്ലാവരും പ്രാർത്ഥിക്കുക. ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ശരണം വിളിച്ച് അവരുടെ കൂടെ ശരണം വിളി എല്ലാം അതേപോലെ തന്നെ ചെയ്ത് നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അനിയത്തിയുടെ കയ്യിലായിരുന്നു ഫോൺ. അവൾ എവിടെ നിന്നൊക്കെയാണ് എന്നെ ഫോക്കസ് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഒന്നും മിസ്സാക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ എല്ലാം അതിലങ്ങ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ട് എന്നുള്ള ഒരു ഇതുകൊണ്ട് ഇവിടെ വേലയൊക്കെ കഴിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെയും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് തേങ്ങയൊക്കെ ഇവിടെയും ഉടയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കെട്ടിറക്കിയിട്ട് വണ്ടീൻ്റെ മുന്നിൽ നിന്ന് ശരണം വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടോ വണ്ടി എടുത്തിട്ട് പോവാറ്. അതിന് വേണ്ടി നിൽക്കുകയാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് നിൽക്കുന്നുണ്ട്. നന്നായി പോയിട്ട് വാ, എല്ലാവരും കൂട്ടം തെറ്റാതെ ഒരുമിച്ച് നിന്ന് ഒരുമിച്ച് പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കെട്ടൊക്കെ ഇറക്കി ദൈവത്തിന് വണ്ടിക്ക് കർപ്പൂരമൊക്കെ കാണിച്ച് അവർ തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് വണ്ടിയിൽ കയറുന്നുണ്ട്. അപ്പോൾ അവരുടെ ബാഗും കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിൽ കിട്ടിയോ, ഫോണും അതേപോലെ തന്നെ ഫുഡെല്ലാം കയറ്റിയോ അങ്ങനെ എല്ലാം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടിക്ക് കർപ്പൂരം കാണിക്കുന്നുണ്ട്. അങ്ങനെ അവർ ഇറങ്ങുകയാണ്. അപ്പോൾ സ്വാമി ശരണമയ്യപ്പ. അപ്പോൾ എന്തായാലും അവർ പോയിട്ട് വരട്ടെ. അങ്ങനെ നമ്മളവർ യാത്ര അയച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ അവർ ഏതെങ്കിലും ഒരു സ്റ്റോപ്പിൽ കുറച്ച് ദൂരം പോയിട്ട് നിർത്തിയിട്ട് ഫുഡൊക്കെ കഴിക്കും. അപ്പോൾ നമ്മളും വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവരെ കയറ്റിവിട്ട് യാത്രയാക്കിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. നമ്മൾ വീട്ടിലേക്ക് വന്നതും ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. കാരണം കാലത്തൊന്നും കഴിച്ചിട്ടില്ലല്ലോ. കഴിക്കാനിരിക്കുമ്പോൾ തന്നെ അവരുടെ കോള് വന്നു, ഫുഡ് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് സന്തോഷമായി.